അപ്പോൾ 9:53 ഇത് കിട്ടുന്നതിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് ഈ വിവരം വിളിച്ച് പറയുന്നു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ പണീൻ്റെ ബാക്യത്തിലാണ്. അപ്പോൾ 1-2 ഇൻഫർമേഷൻ എനിക്ക് തരാൻ വന്ന 1-2 ആളുകൾ സ്വകാര്യ സ്ഥലത്ത് ഇരിക്കുകയാണ് ഞാൻ. അപ്പോൾ പെട്ടെന്നാണ് ഈ വിവരം എനിക്ക് കിട്ടി എന്നത് അജിത് കുമാറിൻ്റെ ഈ പാരലൽ സൈബർ വിങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചറിയിക്കുകയാണ്. അൻവർ ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ പറയണം. കാരണം അദ്ദേഹത്തിൻ്റെ വിദേശത്തുള്ള പണപ്പിരിവുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പല BJP നേതാക്കന്മാരുടെയും കാല് പിടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം എനിക്കറിയാം. BJPക്ക് ആകെ ആവശ്യം എന്താ? ആ തൃശ്ശൂരിൽ അല്ലെങ്കിൽ കേരളത്തിലൊരു സീറ്റ് കിട്ടണം. അതിന് ഏറ്റവും സാധ്യതയുള്ള സ്ഥലം തൃശ്ശൂർ. അതിനുള്ള വഴിയൊരുക്കിയാണ്. പിന്നെന്താ വേണ്ടത്? പൊതുസമൂഹത്തിനെ ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർക്കാരെ എതിരാക്കണം. അതിന് പൂരം കലക്കണം. ഈ പറയുന്ന ADGP അജിത് കുമാറിൻ്റെയും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും ഗൂഢാലോചനയുടെ ഫലം തന്നെയാണ് പൂരം കലക്കാൻ അജിത് കുമാർ നിർദ്ദേശം നൽകിയത്. അതിന് BJPക്ക് കിട്ടിയ സമ്മാനമാണ് തൃശ്ശൂരിലെ സീറ്റ്. അതിൽ നിന്ന് ഈ വിദേശ ഫണ്ട് പിരിച്ചെടുത്ത ആ കേസിൽ ED അന്വേഷണം പാടില്ല. അതാണ് ഇതിലെ സെറ്റിൽമെന്റ്. ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തേക്ക് കയറ്റാൻ ദൈവം മോളിലുണ്ടല്ലോ, ഞാനേ വിശ്വസിക്കുന്നവനാ. ആ ദൈവം സത്യം പുറത്തു കൊണ്ടുവരും. ഞാനിന്ന് ഈ മൊഴി കൊടുക്കാൻ വരുമ്പോഴാണ് ഈ വാർത്തകൾ വരുന്നത്. അപ്പോഴാണ് ഞാനിതെടുത്ത് പരിശോധിക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ സമയം നോക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇത് കേരളത്തിലെ ജനങ്ങൾ അറിയണം. മുഖ്യമന്ത്രിക്കോ ഈ പാർട്ടിക്കോ BJPയുടെ ഒരു വോട്ട് കിട്ടിയിട്ട് ഒരു സീറ്റ് വാങ്ങാനുള്ള അല്ലെങ്കിൽ BJPക്ക് ഒരു സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുന്ന പാർട്ടിയല്ല CPM. മറ്റു കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ വിശദീകരിച്ച എൻ്റെ മണ്ഡലത്തിൽ എൻ്റെ BJP 19,000 വോട്ടുണ്ടായിരുന്ന BJP എനിക്ക് നേരിട്ട് അനുഭവമല്ലേ. ഈ കാര്യം VD സതീശൻ നിഷേധിക്കാണ്ടായത് PN MLA പറഞ്ഞത് ED അന്വേഷിക്കുന്നുണ്ട് ഈ കാര്യം. ED ഈ കാര്യത്തിൽ ചോദ്യം ചെയ്ത് 1-2 വർഷം കഴിഞ്ഞതാണ്, അത് മാധ്യമങ്ങൾ കൊടുത്തതാണ്. പിന്നെ ഈ നേരത്തെ VD സതീശനെതിരെ 150 കോടി രൂപ കൊണ്ടുവന്ന എന്നുള്ള ആരോപണം ഉന്നയിച്ച അതിനൊന്നൊരു തെളിവില്ലാത്ത ആണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയാണെന്ന് സതീശൻ ചെയ്തത്. ഓക്കെ 1 മിനിറ്റ്. അല്ല, ED ഞാൻ അന്വേഷിച്ച പ്രശ്നമില്ലല്ലോ. ED അന്വേഷിച്ചിട്ട് എന്താ സംഭവിച്ചത്? അതൊരു പുകമറയല്ലേ. ഞാനിന്ന് രാവിലെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് പറയട്ടെ. ഈ പുനർജനി തട്ടിപ്പ് ED അന്വേഷിക്കാൻ, കാരണം സ്റ്റേറ്റ് പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല, വിദേശ ഫണ്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടില്ല. ട്രാൻസ്ഫർ നടന്ന വിദേശത്തു നിന്നാണ്. ED അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കട്ടെ. ഓൾറെഡി അതിൽ ED അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ആ അന്വേഷണത്തിന്റെ കോലം തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം എഴുതി കൊടുക്കട്ടെ. നമ്പർ 1. ഇനി ഇപ്പൊ ഞാൻ പറയുന്നു, ഇനിയിപ്പോ അങ്ങനെ എഴുതി കൊടുത്താൽ തന്നെ ഈ വെല്ലുവിളി സ്വീകരിച്ച് അദ്ദേഹം എഴുതി കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്താ എഴുതി കൊടുത്താൽ? ആൾറെഡി ആ മാറ്റർ സെറ്റിൽഡാണ്. ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു തീരട്ടെ. നിങ്ങൾക്ക് എന്താ എത്ര തിരക്ക്? പ്ലീസ്, ഞാൻ രാവിലെ വരെ വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, ഒരു പ്രശ്നമില്ല. ഞാൻ രാവിലെ 11 മണിക്ക് ഇവിടെ വന്നിരുന്നല്ലേ.